ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിൽക്ക്, ബസ് നന്നായി കേറിക്കോളൂ. അച്ഛാ, എനിക്കൊരു സംശയം. അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? എന്താ സംശയം? അച്ഛന്മാർക്ക് തന്നെയാ. ഏയ് അല്ലല്ല, കുട്ടികൾക്കാ. ഒന്ന് പോടാ, അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക. ഓക്കെ, എന്നാലച്ചാ വേറൊരു സംശയം. ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ? ചാൾസ് ബാബേജ്. അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ. ഓ, എപ്പോഴാണോ ഈ പഠിപ്പിൽ നിന്നൊരു മോചനം കിട്ടുക? അയ്യോ, ഞാൻ പൊയ്ക്കൊള്ളാമേ. എന്നെ ഒന്ന് ചേർത്തേ, ഞാൻ പൊയ്ക്കൊള്ളാമേ. മര്യാദക്ക് എന്റെ ബുക്കും ബാഗും കൂടി എടുത്തോണ്ട് പോയിക്കോ, ഇല്ലേ ഞാൻ എല്ലാവരും വിളിച്ചു. ആദ്യ നോട്ടത്തിൽ തന്നെ കുട്ടിയെ എനിക്കിഷ്ടായി. വരൂ. എടാ തെണ്ടിച്ചക്ക, ഞാൻ ആരാണെന്നറിയോ? ഞാൻ ഇവരുടെ അമ്മയാ. ക്ഷമിക്കണം ചേച്ചി, എനിക്ക് മകളെ ഇഷ്ടമായി. ആ ചേച്ചി എവിടുന്നാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറെ നാളായി, പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ. നീ അമ്മായി അമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു? ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിന്റു മോനെ. എന്ത് സോറി? താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? ഇതിൽ ആരുമില്ലാഞ്ഞത് ഭാഗ്യം. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോകണ്ട, മാഷിനോട് പറഞ്ഞാ മതി. മാഷ് തന്നെ ഈ രാജേഷ്.